അപ്പോൾ എൻ്റെ ഒരു വിചാരത്തിൽ പ്രശാന്തെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാനാണ് സാധ്യത. ഒന്ന്, വിജയ് മല്യ അവിടെ ഒറിജിനൽ ഗോൾഡ് പ്ലേറ്റ് ആണ് അവിടെ സമർപ്പിച്ചിരിക്കുന്നത്. ഈ ദ്വാരപാലക ശില്പത്തിലാണല്ലോ കാണാതെ പോയിരിക്കുന്നത്. അപ്പോൾ ദ്വാരപാലക ശില്പത്തിൽ ഒറിജിനൽ ഗോൾഡാണ് ഇരുന്നത്. ഒന്നുകിൽ ആ ഗോൾഡ് ഒരു ഉത്തരവിലൂടെ ചെമ്പുപാളി എന്ന് എഴുതി ആ ഗോൾഡ് അപ്പാടെ 2019 തട്ടിക്കൊണ്ടുപോയി. അതല്ലെങ്കിൽ അതിന് മുൻപാരോ ആ ഗോൾഡ് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ചെമ്പ് തകിട് കൊണ്ട് വെച്ചു. അതിനുശേഷം 2019 ഉത്തരവിലൂടെ അത് ആധികാരികമായ ചെമ്പ് ആക്കി മാറ്റി രേഖയുണ്ടാക്കി. അപ്പോൾ വലിയ കൊള്ളയടി ശബരിമലയിൽ നടന്നിരിക്കുന്നു. വിജയ് മല്യ സമർപ്പിച്ച സ്വർണം, ഒറിജിനൽ സ്വർണം, അത് ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞിരുന്ന സ്വർണം കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഉത്തരവാദി ആരെന്നാണ് കണ്ടെത്തേണ്ടത്. അതിനാണ് ദേവസ്വം ബോർഡും സ്ഥിരീകരിക്കുകയാണ്. 1998 30 കിലോ സ്വർണമാണ് ശബരിമലയെ പൊതിയാൻ വിജയ് മല്യ എത്തിച്ചത്. ദ്വാരപാലക ശില്പത്തിൽ ഉൾപ്പെടെ സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞു എന്നത് വ്യക്തമാകുന്നു. അക്കാര്യം തള്ളിപ്പറയുന്നില്ല ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും. അങ്ങനെ സ്വർണ്ണപ്പാളി പൊതിഞ്ഞെങ്കിൽ ആ സ്വർണ്ണപ്പാളി എവിടെ പോയി? അതെങ്ങനെ 2019 ചെമ്പ് പാളിയായി മാറി എന്ന വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിലേക്ക് എത്തുന്ന വളരെ പ്രധാനപ്പെട്ട തെളിവുകളും വാർത്തകളും മറ്റു ഉത്തരവുകളുമാണ് മാതൃഭൂമി ന്യൂസ് ഈ മണിക്കൂറിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഇതിൽ ഈ ഒരു മാസ കാലയളവ് എന്നത് ഏറ്റവും പ്രധാനമാണ്. കാരണം ഈ ഒരു നിമിഷം, ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 2019 A പത്മകുമാർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മളിപ്പോൾ ആരാഞ്ഞു. പക്ഷേ പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു, എനിക്കിതേക്കുറിച്ച് അറിയില്ല, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്, അന്വേഷണം വേണം. 98 അവിടെ സ്വർണം പൊതിഞ്ഞു എന്നതും അദ്ദേഹം സ്ഥിരീകരിക്കും. നമ്മുടെ വാർത്ത ശരിവെക്കുന്നു. പക്ഷേ 2019 പ്രസിഡന്റ് ഇപ്പോൾ ഒന്നും വിശദീകരിക്കുന്നില്ല, പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നു. അനന്ത, ഈ 2019 ഉത്തരവും ആ ഉത്തരവ് എന്തിനു വേണ്ടിയായിരുന്നു? ഇത് സ്വർണം പൂശുന്നതിന് വേണ്ടി. ഇത് ചെമ്പ് പാളിയാക്കുന്നു, അത് സ്വർണം പൂശുന്നു. അതിനുശേഷം നടന്ന ആ ഒരു മാസ കാലയളവ് വളരെ ദുരൂഹമാണ്. കാരണം ആ ഒരു മാസത്തിലധികം കഴിഞ്ഞിട്ടാണ് ഇത് സ്വർണം പൂശാനായി എത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാസം എവിടെ? ഏറ്റവും പ്രധാനം എനിക്കിതിൽ പറയുന്നത്, ഇപ്പൊ ശബരിമലയുമായി ബന്ധപ്പെട്ട ശബരിമല ശ്രീകോവിലിന്റെ സോപാനസ് ശ്രീകോവിലിന്റെ രണ്ടു വശത്തുള്ളതാണ് ഈ ദ്വാരപാലക ശില്പം. അതിന് ആത്മീയ പൗരാണിക പ്രാധാന്യമുണ്ട്, മൂല്യമുണ്ട്, അതിനപ്പുറത്തേക്ക് ഒരു ആന്റിക് വാല്യൂ ഉണ്ട്. അതൊക്കെ അപ്പോൾ ഇതൊക്കെ ഒരു എത്ര കോടി രൂപ കൊടുത്ത് വാങ്ങാൻ ഉള്ള ആളുകൾ ശബരിമല സന്നിധാനത്തിരിക്കുന്ന ഒരു എന്തായാലും സ്വർണമായാലും തകിടായാലും ചെമ്പായാലും അത് പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വാങ്ങി വീട്ടിൽ വെക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേർ, എത്ര വേണമെങ്കിലും പണം മുടക്കാൻ തയ്യാറുള്ളവരും ഉണ്ടാകും. അങ്ങനെ ഒരു ഭാഗം പരിപാടികൾ നടക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഇപ്പോൾ എന്താണ്, വിജയ് മല്യ സമർപ്പിച്ച സ്വർണം അത് ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്ന സ്വർണം അപ്പാടെ പോയിരിക്കുന്നു. അപ്പോൾ ഈ ദേവസ്വം ബോർഡിന് ഇനിയുള്ള ബാധ്യത വിജയ് മല്യ സമർപ്പിച്ച 30 കിലോ സ്വർണം അതാ ശ്രീകോവിലിൽ ഇപ്പോഴും ഉണ്ടോ എന്ന് ഭക്തജനങ്ങളെയും കേരളത്തെയും ബോധ്യപ്പെടുത്തേണ്ട വലിയ ചുമതലയാണ് ഈ ബോർഡിന് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിന് ഉത്തരം പറയേണ്ടത് 2019 ബോർഡ് തന്നെയാണ്. വ്യക്തമാണ്. കാരണം അവിടെ സ്വർണ്ണപ്പാളി ആയിരുന്നു എന്നും ഇപ്പോൾ അത് മാറി എന്നുള്ളത് ബോർഡ് ഉൾക്കൊള്ളുകയാണ്. അന്ന് അട്ടിമറിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കാളിത്തമുണ്ടെന്നൊരു പരോക്ഷ സൂചന കൂടി നൽകി. അതിന് അന്നത്തെ ബോർഡിന്റെ കൂടി സഹായം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അന്നത്തെ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ കൂടി സഹായം ഉണ്ടായിരുന്നോ എന്നാണ് അറിയേണ്ടത്. അത് സംബന്ധിച്ചാണ് നമ്മൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട്, ഇതിനകത്ത് ചെറിയ അന്വേഷണമല്ല, കൊള്ളയടിയാണ്, സ്വർണം കൊള്ളയടിയാണ് ഒരു ക്ഷേത്രത്തെ. അതില് വിജിലൻസോ ജുഡീഷ്യൽ അന്വേഷണമോ മാത്രം കൊണ്ട് കാര്യമില്ല. ക്രൈംബ്രാഞ്ചിനെ പോലെ CBI പോലുള്ള വലിയ ഏജൻസികൾ അന്വേഷിക്കേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കണ്ടെത്താനുണ്ട്. മാത്രമല്ല അവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നീടുള്ള ഇടപെടലുകളും പ്രധാനമാണ്. ഇത്തവണയും സ്വർണ്ണം പൂശാൻ ഞാൻ എത്തിച്ചു കൊണ്ടുപോകാം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം ചില കാരണങ്ങൾ നേടുന്നു. ഉദ്യോഗസ്ഥരുടെയൊക്കെ ചിലവ് എനിക്ക് വഹിക്കാൻ കഴിയില്ല എന്നൊക്കെ. ഈ പീഠമൊക്കെ എന്തൊക്കെയോ നാടകം കളിക്കാറുണ്ട്. തുടർന്നും അവിടെ നിന്ന് ആ ശ്രീകോവിലിൽ പൊതിഞ്ഞിരിക്കുന്ന ഒറിജിനൽ സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി മറ്റൊരു പ്രതികരണം നൽകിയിരുന്നല്ലോ ഈ ശബരിമലയിലെ നിർമ്മാണമൊക്കെ, ഈ അവിടുത്തെ വിഗ്രഹ സ്വഭാവമുള്ള പൗരാണിക സ്വഭാവമുള്ള നിർമ്മാണങ്ങളൊക്കെ, അതൊക്കെ അതിൽ വലിയ അറിവുള്ള ഒരു കുടുംബം, സ്ഥിരമായി ശബരിമലയുമായി ബന്ധപ്പെടുന്ന കുടുംബം, അതിലെ ഒരു പ്രതിനിധിയുടെ ഒരു പ്രതികരണം കേട്ടല്ലോ. ഇപ്പോൾ കാണുന്ന സ്വർണ്ണപ്പാളി, ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയല്ല നേരത്തെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ചെമ്പുപാളി എന്നിവർ പറയുന്ന അതല്ല നേരത്തെ ഉണ്ടായിരുന്നത്. അത് മാറ്റി മറ്റൊന്ന് അവിടെ പകരമായി വയ്ക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്നത്തെ ചിത്രവും ഇന്നത്തെ ചിത്രവും പരിശോധിച്ചാൽ അത് മനസ്സിലാകുമെന്ന് അദ്ദേഹം പറയുന്നു. അതെ. അത് മാത്രമല്ല രതീഷ്, ഇപ്പൊ 2019 വിജയ് മല്യ ശ്രീകോവിൽ സ്വർണം പൂശുമ്പോൾ അവിടുത്തെ ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൊതിഞ്ഞിരുന്നില്ല. അത് പിന്നീട് 2019 സ്വർണം
പൂശുന്നത്. അതിനുവേണ്ടി ആ വാതിൽ ഇളക്കി മാറ്റി പിന്നീട് പുതിയ വാതിൽ നിർമ്മിക്കുകയായിരുന്നു. അത് നിലമ്പൂർ തേക്കിലാണ് ആ വാതിൽ നിർമ്മിച്ചത്. അതിനുശേഷം അതിനകത്ത് ചെമ്പ് തകിടുകൾ പാകി ആ ചെമ്പ് തകിടുകൾക്ക് മുകളിൽ സ്വർണ്ണപ്പാളികൾ, അതിന് 4 കിലോ സ്വർണ്ണം ഉപയോഗിച്ചെന്നാണ് രേഖകളുള്ളത്. അത് ആ അങ്ങനെ സ്വർണം പൊതിയുന്നതിന് നേതൃത്വം നൽകിയ ഒരാൾ ഉണ്ണി തിരുമേനിയാണ്. ആ ഉണ്ണി തിരുമേനി ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാകാം. അന്നത്തെ വാർത്തകളിൽ കാണുന്നത് ഉണ്ണി തിരുമേനി എന്ന് മാത്രമാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ശബരിമലയിലുമായി ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞത് ആ സ്വർണം പൊതിഞ്ഞ വാതിലിൽ സ്ഥിരമായി ഈ അവിടുത്തെ മേൽശാന്തിയും കീഴ്ശാന്തിമാരും തൊടുന്ന ഭാഗം, ആ വാതിലിൽ അവിടെ തേഞ്ഞ് ചുവന്ന കളറായി, അതായത് ചെമ്പ് പുറത്ത് കാണുന്നത്. ഇപ്പോൾ ഈ 4 കിലോ സ്വർണം പൊതിഞ്ഞു എന്ന് പറയുന്ന വാതിലും ഇലക്ട്രോപ്ലേറ്റ് ചെയ്തതാണോ, മുക്കുബണ്ഡമാണോ എന്നുള്ള സംശയം കൂടി ചിലർ ഗൗരവതരമായ സംശയമാണ്. ഇങ്ങനെ നിരവധി സംശയങ്ങൾ ഉയർന്നു വരികയാണ്. ശ്രീകോവിലിനെ സ്വർണം പൊതിഞ്ഞു, അത് 1998 30.3 കിലോ സ്വർണമാണ് അന്ന് വ്യവസായി നൽകിയത്. അതിന്റെ രേഖകളുണ്ട്. മാതൃഭൂമിയിൽ അന്നത്തെ വാർത്ത ഉൾപ്പെടെയുണ്ട്. അന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ വിജയ് മല്യ തന്നെ നേരിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണ് സ്വർണം പൊതിഞ്ഞത് എന്നത് വ്യക്തമാക്കുന്നുണ്ട്. ദ്വാരപാലക ശില്പങ്ങളിലടക്കം സ്വർണ്ണപ്പാളികൾ പൊതിഞ്ഞു എന്തായിരുന്നു, പക്ഷേ അതെങ്ങനെ ചെമ്പായി മാറി എന്ന ചോദ്യമുണ്ട്. അതിനുശേഷം ശ്രീകോവിലിലെ വാതിലിൽ പൊതിഞ്ഞ സ്വർണം അതിപ്പോഴുമുണ്ടോ, ചെമ്പ് തെളിഞ്ഞ് കാണുന്നു എന്നടക്കം ആളുകൾ പറയുന്നു എന്നാണ് അനന്തൻ റിപ്പോർട്ട് ചെയ്യുന്നത്.